പ്രവചന കാലരേഖ, പ്രോഫറ്റിക് ടൈം ലൈൻ. വ്യക്തിപരമാകുന്ന ഒരു പ്രവചനം നിങ്ങൾക്ക് ലഭിച്ചു. അത് അതെപ്പോഴാകുന്നു നിവർത്തീകരിക്കപ്പെടുന്നത്? ആ നിവർത്തീകരണവുമായുള്ള ബന്ധത്തിൽ ഈ തലക്കെട്ട് പ്രസക്തമാകുന്നു. പ്രവചന സമയരേഖ അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ കാലക്രമം, പ്രവചനങ്ങളുടെ സമയരേഖ, പ്രവചന സമയരേഖ, പ്രോഫറ്റിക് ടൈം ലൈൻ. എപ്പോഴാണ് അത് നിവർത്തീകരിക്കപ്പെടുന്നത്? ഈ ചിന്തകൾ തീർച്ചയായിട്ടും പ്രയോജനമായി തീരും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ വ്യക്തിപരമാകുന്ന പ്രവചനത്തെ വിശകലനം ചെയ്യുവാനും അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ് ഈ ആലോചനകൾ. ഒന്നാമതായി മനസ്സിലാക്കുക, മനുഷ്യനിപ്പോൾ ആയിരിക്കുന്ന ഈ ഭൂമിയുടെ പ്രതലത്തിൽ നമുക്ക് സമയമുണ്ട്. എന്നാൽ ദൈവമായിരിക്കുന്ന പ്രതലത്തിൽ സമയമില്ലാത്ത ഒരു ലോകത്തിലാണ് അവിടുന്ന് ആയിരിക്കുന്നത്. രാത്രിയില്ല, പകലില്ല. നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത് പോലെയുള്ള സമയമില്ല. അങ്ങനെയുള്ള ഒരു പ്രതലത്തിലായിരിക്കുന്ന കർത്താവ് ഒരു പ്രവാചകനിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ദൂതുകൾ, അതിൻ്റെ നിവർത്തീകരണത്തെക്കുറിച്ച് ഒരു വ്യക്തമാകുന്ന ബോധ്യം ഉള്ളത് നന്നായിരിക്കും. അത് ഒരു അറിവ് ആ മേഖലയിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവം ആയിരിക്കുന്ന പ്രതലത്തെക്കുറിച്ചും നമ്മളായിരിക്കുന്ന പ്രതലത്തെക്കുറിച്ചും നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ഒരു പ്രവാചകൻ വന്ന് നിങ്ങളോടൊരു ദൂത് പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ ദൂത് 10-15 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട ഒരു കാര്യമായിരിക്കും. എന്നാൽ പ്രവാചകൻ പറയുമ്പോൾ പെട്ടെന്ന് എന്നുള്ള ഒരു വാക്കുകൂടെ ആ ദൂതിൽ കാണുവാനുള്ള സാധ്യതയുണ്ട്. ആ ദൂത് വിശകലനം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശബ്ദമാണ്. കൃത്യമായിട്ടും ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാകുന്നു. ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ പ്രവചനത്തെ ശോധന ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദൂതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ സമയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോൾ നടക്കും എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ പെട്ടെന്ന് എന്നുള്ളൊരു വാക്കും ആ ദൂതിനകത്ത് കാണും. ഇവിടെയാണ് 15 വർഷം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കേണ്ട ആ ദൂത്. പ്രവചനകാലരേഖയെക്കുറിച്ചുള്ള ബോധ്യമില്ല എങ്കിൽ, അറിവില്ല എന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. നാളെ നടക്കുമെന്ന്, അടുത്ത മാസം സംഭവിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കാതെ വരുമ്പോൾ നിരാശയാകും. ആ പ്രവചനത്തെക്കുറിച്ച് നിഷേധാർത്ഥകമാകുന്ന ചിന്തകളാകും. അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധയോടുകൂടെ ഈ ആലോചനകൾ കേൾക്കുക. ചില മേഖലയിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും. പ്രഥമമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വലിയവനാകുന്ന ദൈവം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ആദാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഹവ്വ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കും. ഹവ്വ ഒരുപക്ഷെങ്കിൽ ചിന്തിച്ചു കാണും ഉടനടി ഇത് സംഭവിക്കുവാൻ പോകുന്നു എന്ന്. അതുകൊണ്ടാണ് 4-ാമത്തെ അധ്യായത്തിൽ ഹവ്വയ്ക്ക് ഒരു മകൻ ജനിച്ചപ്പോൾ അവന് കായിൻ എന്ന് പേരിടുകയാണ്. കായിൻ എന്ന പേരിൻ്റെ അർത്ഥം യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു. കർത്താവ് പറഞ്ഞത് എന്താണ്? സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തലയെ തകർക്കും. ഹവ്വ ചിന്തിച്ചു കാണും, ഇപ്പോൾ അത് സംഭവിക്കുവാൻ പോകുന്നു. ഇതാ എനിക്കൊരു സന്തതിയെ ലഭിച്ചിരിക്കുന്നു, ഒരു പുരുഷ പ്രജയെ ലഭിച്ചിരിക്കുന്നു, ഒരു ആൺസന്തതിയെ ലഭിച്ചിരിക്കുന്നു. അവനായിരിക്കും പിശാചിൻ്റെ തലയെ, പാമ്പിൻ്റെ തലയെ തകർക്കുവാൻ പോകുന്നത് എന്ന് അവൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ
ആ പ്രവചനം എപ്പോഴാണ് നിവർത്തീകരിക്കപ്പെട്ടത്? ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷമാണ്. ഗലാത്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നു ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത്. കാലസമ്പൂർണത, ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വരികയുണ്ടായി. അവിടുന്ന് പിശാചിൻ്റെ തലയെ തകർത്തു. 4000 വർഷമെടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൻ്റെ നിവർത്തീകരണത്തിന് ഏകദേശം 4000 വർഷമെടുത്തു. ഇതാണ് പ്രോഫറ്റിക് ടൈം ലൈനിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ സ്വീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. പ്രവചന കാലരേഖയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. വിശേഷിച്ചും ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെ, ദൈവത്തിന് സമയമില്ല, ദൈവമായിരിക്കുന്ന പ്രതലത്തിൽ സമയമില്ല. എന്നാൽ ആ പ്രതലത്തെ നമുക്കെങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? എഴുത്തുകാരതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടുന്ന് ആയിരിക്കുന്ന ആ പ്രതലത്തെ വിശദീകരിക്കുവാനും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേദപുസ്തക എഴുത്തുകാര് വിശദീകരണത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതിലൊരു ശ്രമമാണ് 90-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 90-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. സങ്കീർത്തനക്കാരനൊരു ശ്രമം നടത്തുകയാണ്. ദൈവമായിരിക്കുന്ന ആ പ്രതലത്തെ നമുക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവിടുത്തെ ദിവസമെന്ന് പറയുന്നത് നമ്മുടെ 1000 വർഷം പോലെയാണ്. നമുക്ക് 1000 വർഷം അവിടുത്തേക്ക് ഒരു ദിവസം പോലെയാകുന്നു. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ പത്രോസും ഒരു ശ്രമം നടത്തുന്നത് കാണുവാൻ കഴിയുന്നു. അതൊന്ന് വിശദീകരിക്കുവാൻ വേണ്ടി പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും. ഇത് കേട്ടോണം, കർത്താവിന് ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും. അത് വിചിത്രമായി തോന്നുന്നു. അവിടുത്തെ 1000 സംവത്സരം നമ്മുടെ ഒരു ദിവസം പോലെയും. ഇതൊരു മനുഷ്യന് മനസ്സിലാകുവാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഒരു ദിവസം നമ്മുടെ 1000 സംവത്സരം പോലെയും, നമ്മുടെ ഒരു ദിവസം കർത്താവിൻ്റെ 1000 സംവത്സരം പോലെയും എന്ന് പറയുമ്പോൾ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നിത്യതയിലായിരിക്കുന്നു. ഇറ്റേണിറ്റിയിൽ ജീവിക്കുന്ന വലിയവനാകുന്ന ദൈവത്തിൻ്റെ ആ പ്രതലത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാകുന്നു. എങ്കിലും ഏകദേശം ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അവിടുത്തെ ദിവസം, ഒരു ദിവസം എന്ന് പറയുന്നത്, അവിടുത്തേക്ക് ദിവസമില്ല, എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അവിടുത്തേക്കൊരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1000 സംവത്സരം പോലെയാകുന്നു. ഈ ഒരു തിരിച്ചറിവിലായിരിക്കണം പ്രവചനങ്ങളെ സ്വീകരിക്കേണ്ടത്. പ്രവചനങ്ങളുടെ കാലക്രമത്തെക്കുറിച്ച്, പ്രവചനങ്ങളുടെ സമയരേഖയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഒരു വ്യക്തിപരമാകുന്ന പ്രവചനമാകുന്നുവെങ്കിൽ, നിങ്ങൾക്കൊരു വ്യക്തിപരമാകുന്നൊരു ദൂത് ലഭിക്കുന്നുവെങ്കിൽ, ഒരു ജീവിതകാല സമയം അതിനുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതകാലത്തിൻ്റെ ഉള്ളിൽ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ ലൈഫ് ടൈമിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നിവർത്തീകരണം സംഭവിക്കുവാൻ പോകുന്നത്. റെസ്പെക്ട് ടു എ ലൈഫ് ടൈം. നിങ്ങളുടെ ജീവിതകാല ഇളവിനുള്ളിൽ, നിങ്ങളുടെ ജീവിതകാലം അതിൻ്റെ ഒരു സമയപരിധിയാകുന്നു. നിങ്ങൾ എത്ര നാൾ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ നിവർത്തീകരണം സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്, നാളെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്, 10 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ വ്യക്തിപരമാകുന്ന പ്രവചനത്തിൻ്റെ സമയരേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജീവിതകാലമാകുന്നു. നിങ്ങളുടെ കുടുംബത്തിന് മൊത്തമായിട്ട് ഒരു ദൂത് ലഭിച്ചിരിക്കുന്നു, ഒരു പ്രവചനം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ നിവർത്തീകരണത്തിന് തലമുറകളുടെ ദൈർഘ്യമുണ്ട്. നിങ്ങളുടെ തലമുറയിൽ സംഭവിച്ചെന്നിരിക്കാം, അടുത്ത തലമുറയിൽ സംഭവിച്ചെന്നിരിക്കാം, അതിനടുത്ത തലമുറയിൽ സംഭവിച്ചെന്നിരിക്കാം. തലമുറകളുടെ ദൈർഘ്യം അതിനുണ്ട്. ഒരു രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ നിവർത്തീകരണത്തിന് നൂറുകണക്കിന് വർഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സെഞ്ച്വറീസ് നീണ്ടു നിൽക്കുന്ന ഒരു സമയരേഖ, പ്രവചന സമയരേഖ അതിനുണ്ട്. ഒരു രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിന്, വ്യക്തിപരമാകുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിന് ഒരു ജീവിതകാലം, കുടുംബപരമായിട്ടുള്ള ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിന് തലമുറകൾ നീണ്ടു നിൽക്കുന്ന സമയം, ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവചനം ലഭിക്കുന്നു, അതിൻ്റെ നിവർത്തീകരണത്തിന് നൂറ്റാണ്ടുകൾ. ഇനി സഭയുമായി ബന്ധപ്പെട്ട പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിന് ദൈവസഭയ്ക്ക് ലഭിക്കുന്ന ദൂതുകൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൂതുകളാണ്. ആ ദൂതുകളുടെ നിവർത്തീകരണത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ സമയരേഖയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയും. പ്രവചന സമയരേഖയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ഉൾപ്പെടുത്തുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും 2000 വർഷങ്ങൾക്ക് മുന്നമേ യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയുണ്ടായി. അപ്പോസ്തലനാകുന്ന യോഹന്നാൻ കാണുകയുണ്ടായി. നിവർത്തീകരിക്കപ്പെട്ടോ? ഇല്ല. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിവർത്തീകരിക്കപ്പെട്ടില്ല. ഇനിയും വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 20-ാമത്തെ വാക്യത്തിൽ യേശു സംസാരിക്കുന്നു. യേശു പറയുകയാണ്, പ്രവചനമെന്ന് പറയുമ്പോൾ തന്നെ അത് ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നുവല്ലോ. വർത്തമാനകാലവും ഭൂതകാലവും എല്ലാം പ്രവചനത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുമെന്നാൽ യഥാർത്ഥത്തിൽ പ്രവചനത്തിൻ്റെ നിർവചനം ഭാവിയുമായുള്ള ബന്ധത്തിലാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക. ഇവിടെ ഇതാ കർത്താവാകുന്ന യേശു പറയുന്നത് വെളിപ്പാട് പുസ്തകം 22:20 ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു. യേശു പറയുകയാണ്, അതെ ഞാൻ വേഗം വരുന്നു. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വേഗം എന്ന ആ വാക്ക്, ആ വാക്കിൻ്റെ അർത്ഥം കർത്താവായിരിക്കുന്ന സമയപ്രതലത്തിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന ആത്മപ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ആ വേഗം എന്ന വാക്ക്, ഇതാ ഞാൻ വേഗം വരുന്നു, പെട്ടെന്ന്, വേഗം, ഇങ്ങനെയുള്ള വാക്കുകൾ പ്രവചനത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമാകുന്നൊരു ബോധ്യമുണ്ടാകണം. നമ്മുടെ വേഗം, നമ്മുടെ പെട്ടെന്ന് എന്നതല്ല അവിടുന്ന് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. അവിടുന്ന് ആയിരിക്കുന്ന പ്രതലത്തിൽ നിന്നാകുന്നു, പരിശുദ്ധാത്മാവായിരിക്കുന്ന പ്രതലത്തിൽ നിന്നായിരിക്കുന്നു അവിടുന്ന് പറയുന്നത് വേഗം, പെട്ടെന്ന് എന്നത്. കർത്താവ് അത് പറഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ മടങ്ങി വരവ് എത്രയും വേഗത്തിൽ തന്നെ സംഭവിക്കട്ടെ. ആ വേഗമെന്ന വാക്ക്, ആ വാക്കിൻ്റെ അർത്ഥം കൂടെ പ്രവചന കാലരേഖയിൽ നിന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ, ഹൃദയത്തിൽ ആ അറിവ് നേടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൃത്യതയോടുകൂടെ മുന്നോട്ട് പോകുവാൻ കഴിയും. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് സംസാരിക്കുന്നു, അതേ ഞാൻ വേഗം വരുന്നു. നിങ്ങൾക്കൊരു വ്യക്തിപരമാകുന്ന ആലോചന ലഭിക്കുന്ന സന്ദർഭത്തിൽ യോസഫിൻ്റെ ഉദാഹരണം വളരെ അനുഗ്രഹമായിരിക്കും. യോസഫിന് ഒരു ആലോചന സ്വപ്നത്തിലൂടെ ലഭിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അത് കാണുവാൻ കഴിയുന്നുണ്ട്. യോസഫ് ഒരു സ്വപ്നം കണ്ടു എന്ന് 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വപ്നത്തിലൂടെ
യോസഫിനോട് കർത്താവ് സംസാരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 13 മുതലുള്ള വാക്യങ്ങളിൽ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിനക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഭാവിയുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. വിവിധ നിലകളിൽ കർത്താവ് സംസാരിക്കും. ഇവിടെ യോസഫിനോട് സംസാരിച്ചത് രാത്രിയിൽ സ്വപ്നത്തിലാണ് സംസാരിച്ചത്. 17-ാം വയസ്സിലാണിത് സംസാരിക്കുന്നത്. ആ സന്ദേശം ലഭിക്കുന്നു, ആ ദർശനത്തിലൂടെ അല്ലെങ്കിൽ ആ സ്വപ്നത്തിലൂടെ ആ സന്ദേശം ലഭിക്കുന്നു. അതിനെ യോസഫ് വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ചില സന്ദേശങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണ്. അത് വ്യാഖ്യാനിച്ചു. ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണെന്ന് യോസഫിന് ഉറപ്പായിട്ടും ബോധ്യമായി. അതിൻ്റെ നിവർത്തീകരണം എന്നാൽ എപ്പോഴാണ് സംഭവിച്ചത്? 13 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. 17-ാം വയസ്സിൽ കണ്ടു എങ്കിലും 30-ാമത്തെ വയസ്സിലാണ് അത് നിവർത്തീകരിക്കപ്പെടുന്നത്. അബ്രഹാമിനെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് പറയുകയുണ്ടായി, നിനക്ക് ഞാൻ സന്തതികളെ തരാൻ പോകുകയാണ്, നിന്നെ ഞാൻ സന്താന പുഷ്ടിയുള്ളവനാക്കുവാൻ പോകുന്നു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൂത് 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് അബ്രഹാമിന് കൊടുക്കുകയാണ്. അബ്രഹാമിനോട് പറയുകയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് തലമുറകളെ നൽകി തരുവാൻ പോകുന്നു, മക്കളെ നൽകി തരുവാൻ പോകുന്നു, സാറയിൽ മക്കളെ നൽകി തരുവാൻ പോകുന്നു എന്നുള്ള ആ ദൈവാലോചനയുടെ നിവർത്തീകരണം സംഭവിച്ചത് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ നിങ്ങൾക്കൊരു ദൂത് ലഭിക്കുകയാണെങ്കിൽ ആ ദൂതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമാകുന്ന ഒരു ക്രമം, അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണ ക്രമം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങൾക്കൊരു ദൂത് ലഭിക്കുന്നു, ഒരു പ്രവചനം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം. അപ്പോൾ തിമോത്തിയോസിന് ഒരു ദൂത് ലഭിക്കുകയാണ്. അതേപോലെ നമുക്കൊരു ദൂത് ലഭിക്കുന്നു. അതാണ് അതിൻ്റെ ഈ നിലയിലുള്ള ശുശ്രൂഷയുടെ 1-ാമത്തെ പടി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെങ്കിൽ തനിയെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനായി തീരുവാൻ കഴിയും. നിങ്ങൾ തന്നെ ഒരു പ്രവാചകനാകുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പ്രവചിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു ദൂത് ലഭിക്കുന്നു. അല്ല, മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഒരു പ്രവാചകൻ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ആ പ്രവാചകൻ നിങ്ങൾക്കൊരു പ്രവചനം നൽകി തരുന്നു. അതാണ് 1-ാമത്തെ പടി. നിങ്ങൾക്കൊരു പ്രവചനം ലഭിക്കുന്നു. 2, അതിൻ്റെ സ്ഥിരീകരണവും വിവേചനവും, അഥവാ കൺഫർമേഷൻ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് ഇൻ്റർപ്രട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കൊരുപാട് പേര് അനേകം ദൂതുകൾ നൽകിത്തരുന്നുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതൊന്നുമല്ല. നമുക്കറിയാം പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു വ്യക്തി നമുക്ക് ഒരു ദൂത് നൽകി തരികയാണെങ്കിൽ പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നത് എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്ഥിരീകരണം നടത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് തന്നെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കല്പങ്ങൾ കയറി വരും. ആ സങ്കല്പങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദൂതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അനേകർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ചില ഭയങ്ങളുള്ളപ്പോൾ, ഒരാൾക്ക് വിച്ച് ക്രാഫ്റ്റിനെ വലിയ ഭയമായിരുന്നു. അതുകൊണ്ട് എന്തു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ഉള്ളിൽ പുള്ളിക്ക് അദ്ദേഹത്തിനൊരു ബോധ്യം ലഭിക്കും, ഇത് വിച്ച് ക്രാഫ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പറയും, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ മന്ത്രവാദ ശക്തിയുണ്ട്. അതൊന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്ന കേടുകൾ മുഖാന്തരമായിട്ട് മനസ്സ് നമുക്ക് നൽകിത്തരുന്ന ചില ആലോചനകളാകുന്നു. അത് തികച്ചും തെറ്റായിട്ടുള്ള ആലോചനകളാകുന്നു. പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണോ? ഒരു പ്രവാചകൻ നിങ്ങളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ പ്രവചനം സ്വീകരിക്കുമ്പോൾ
ശ്രദ്ധിക്കണം, അത് പരിശുദ്ധാത്മാവ് നൽകി തരുന്നതാണോ? പരിശുദ്ധാത്മാവ് നൽകി തരുന്നതല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ അതിനെ തള്ളിക്കളയേണ്ടത് ആവശ്യമാണ്. ഇനി പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ് എന്ന് ടെസ്റ്റ് ചെയ്തത് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് പലപ്പോഴും അവിടെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം ഉണ്ടാകും. അത് വ്യക്തതയോടുകൂടെ ലഭിക്കുവാൻ തക്കവണ്ണം വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. ചിലത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, നേരിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും. എന്നാൽ ചിലത് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക. തെസ്സലോനിക്ക ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. നല്ലത് മാത്രം എടുത്താൽ മതി. ഇനി 1 കൊരിന്ത്യർ അതിൻ്റെ 14-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. പ്രവചനം സ്ഥിരീകരിക്കണം, പ്രവചനം വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ പ്രവചനം വിവേചിക്കേണ്ടത് ആവശ്യമാകുന്നു. 2-ാമത്തെ പടി അതാകുന്നു. ഇനി 3-ാമത്തെ പടി എന്ന് പറയുന്നത് ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിനു മുൻപ് ചില വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ടതാകുന്നു എന്ന് സമയകാലരേഖയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിൻ്റെ നിവർത്തീകരണത്തിനു മുന്നമേ ഒരു കാത്തിരിപ്പിൻ്റെ സമയമുണ്ട്. ആ കാത്തിരിപ്പിൻ്റെ സമയം ഒരുക്കത്തിൻ്റെ സമയമാകുന്നു. ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് പരിശോധനകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. യോസഫിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിന് 13 വർഷത്തെ ഒരു സമയരേഖയുണ്ടായിരുന്നു. അത് യോസഫിന് 13 മനസ്സിലായി കാണത്തില്ല, എന്നാൽ അതിൻ്റെ നിവർത്തീകരണത്തിന് സമയമുണ്ട് എന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം തൻ്റെ മുൻപിൽ ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് വല്ലാത്ത പരിശോധനകൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച, തനിക്ക് ലഭിച്ച ആ ദൈവാലോചന നിവർത്തീകരിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോകുന്നില്ല. അത് വ്യക്തമാണ്. കാരണം തൻ്റെ ജീവിതത്തെ താൻ സൂക്ഷിക്കുന്നുണ്ട്. തൻ്റെ മുൻപിൽ ആ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. അബ്രഹാമിനും അത് തന്നെ സംഭവിച്ച 25 വർഷത്തിൻ്റെ ഉള്ളിൽ അതൊരു കാത്തിരിപ്പിൻ്റെ സമയമായിരുന്നു. ചില പരിശോധനകൾ വന്നു, ചില പരിശോധനകളിൽ അബ്രഹാം പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണല്ലോ ഹാഗാറിൽ സന്തതി ഉണ്ടായത്. നിങ്ങളുടെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിന് മുന്നമേ സംഭവിക്കുന്ന ആ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അതൊരു പരിശോധനയുടെ സമയമാകും, അതൊരു ഒരുക്കത്തിൻ്റെ സമയം കൂടിയാകുന്നു. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാതെ വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് സംശയിക്കരുത്. ആ പ്രവചനം അത് നടക്കത്തില്ല, ഇനി ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ കാത്തിരിക്കണം, അതിനായി കാത്തിരിക്കുക. സങ്കീർത്തനം 105-ന്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 105-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വാക്യം അതിൻ്റെ 18, മലയാളത്തിൽ അത് 18. യഹോവയുടെ വചനം നിവർത്തിയാകും, അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. യോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് എങ്കിൽ, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ച് യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. നോക്കുക, അതൊരു കാത്തിരിപ്പിൻ്റെ സമയമാണ്. ആ കാത്തിരിപ്പിൻ്റെ സമയത്ത്
ആ വചനം അരുളപ്പാടിൻ്റെ നിവർത്തീകരണത്തിന് മുന്നമേ ഒരുപാട് പരിശോധനകൾ വന്നു. ആ പരിശോധനകൾ അതിനെ അതിജീവിക്കുവാൻ ആ അഭിഷക്തന് കഴിഞ്ഞു. ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സംഭവിച്ചു. നിങ്ങൾക്കൊരു പ്രവചനം ലഭിക്കുന്നു, ആ പ്രവചനത്തെ സ്ഥിരീകരിക്കുന്നു, ആ പ്രവചനത്തെ വ്യാഖ്യാനിക്കുന്നു. കാത്തിരിപ്പിൻ്റെ സമയം എന്ന് പറയുന്നത് പരിശോധനകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരുപാട് മേഖലകളിൽ നിങ്ങൾ ഒരുക്കപ്പെടുവാനും കർത്താവ് അവസരം നൽകി തരും. ഇനി നാലാമത്, ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നു. ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കാലസമ്പൂർണതയിൽ, ഫുൾനെസ് ഓഫ് ടൈം, ആ ഫുൾനെസ് ഓഫ് ടൈമിൽ അതിൻ്റെ നിവർത്തീകരണം സംഭവിക്കുകയാണ്. സഭാപ്രസംഗിയിലേക്ക് പോവുകയാണെങ്കിൽ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ ദൈവം വെച്ചിരിക്കുന്ന നിവർത്തീകരണ സമയത്ത് അത് നിവർത്തീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ അത് സംഭവിക്കുകയാണ്. വ്യക്തിപരമാകുന്ന എൻ്റെ ജീവിതത്തിൽ അനേകം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് 2021 ഒരു ദൂത് ലഭിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു ദൂത് ലഭിക്കുകയുണ്ട്. ആ ദൂത് ലഭിച്ചപ്പോൾ തന്നെ എനിക്കറിയാം, അവിടെ ആ പ്രവാചകൻ പറയുന്നത് ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നു, പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്നു. അപ്പോൾ തന്നെ എനിക്കറിയാം അതിനൊരു സമയരേഖയുണ്ട്. പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്ന് പറയുന്നതിന് ഒരു സമയരേഖയുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. ആ പ്രവചനത്തിൻ്റെ ഒരു ഭാഗം 2025 നിവർത്തീകരിക്കപ്പെട്ടു. ഇനി ആ പ്രവചനത്തിൻ്റെ ഒരു ഭാഗം കൂടെ നിവർത്തീകരിക്കപ്പെടുവാനുണ്ട്. സമയരേഖയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് എനിക്കറിയാം അത് കൃത്യമായിട്ട് സംഭവിക്കാൻ പോകുന്നു. 2021 ദൂത് ലഭിച്ചത്. അതിൻ്റെ 1-ാമത്തെ നിവർത്തീകരണം, 1-ാമത്തെ ഭാഗത്തിൻ്റെ നിവർത്തീകരണം എന്നാണ് സംഭവിച്ചത് 2025. 4 വർഷം എടുത്തു. 2-ാം ഭാഗത്തിൻ്റെ നിവർത്തീകരണം സംഭവിക്കാൻ പോകുന്നു. വേഗത്തിൽ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഈ ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കപ്പെട്ടു വരുമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ സമയകാലരേഖയെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ആലോചന ലഭിച്ചപ്പോൾ തന്നെ അറിയാം ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന്. അന്നു മുതൽ അത് വിശ്വസിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും അതേ നിലയിൽ പ്രവചന സമയരേഖയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൂതുകളുടെ നിവർത്തീകരണം സംഭവിക്കുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കുക. മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരട്ടെ. കർത്താവരോട് സംസാരിച്ച ദൂതുകളെല്ലാം തക്ക സമയത്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള കൃത്യമാകുന്ന ബോധ്യം പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം, താമസിക്കുകയും ഇല്ല എന്നുള്ള അവതരം ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ശബ്ദം കേൾക്കുന്നവർ ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങളെ അങ്ങ് അയക്കുന്നു. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വഴി അടഞ്ഞു പോയവർക്ക് വേണ്ടി വഴികളെ തുറക്കണം കർത്താവേ. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് കർത്താവേ ജോലിയുടെ വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ. സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം കർത്താവേ. പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ ആലോചനകൾ കേൾക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിച്ചതിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചിന്തകൾ മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക.
ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.